ഉരുൾപൊട്ടി മലയോരം വിറങ്ങലിച്ചു പോയ നാദാപുരം വിലങ്ങാട് ദുരന്തത്തിന് ഇന്ന് 2 ആണ്ട് തികയുകയാണ്. 2 വർഷം പിന്നിടുമ്പോഴും ദുരന്തം വിതച്ച കണ്ണീരും ഭീതിയും മാറാതെ ഒരു നാട് മുഴുവൻ ഇന്നും അധികൃതരുടെ ഇടപെടലിനായി കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രമായിരുന്ന മഞ്ഞച്ചീളിയിലെ 6ഓളം കുടുംബങ്ങൾ ഇന്നും മരണനിഴലിലാണ് അന്തിയുറങ്ങുന്നത്. അർഹമായ പുനരധിവാസവും നഷ്ടപരിഹാരവും വൈകുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് പ്രദേശത്ത് ഉയരുന്നത്. 2 വർഷം മുൻപ് പെയ്തിറങ്ങിയ മഹാദുരന്തത്തിൽ വീടുകളും ഏക്കർ കണക്കിന് കൃഷിഭൂമിയും ജീവനോപാധികളും ഒലിച്ചുപോയ മഞ്ഞച്ചീളിൽ ഇന്നും സങ്കടങ്ങൾ മാത്രമാണ് ബാക്കിയാവുന്നത്. മലവെള്ളപ്പാച്ചിലിൽ രൂപപ്പെട്ട നീർച്ചാലിന് ഇരുവശത്തുമായി കഴിയുന്ന 6 കുടുംബങ്ങൾ ഓരോ ചെറിയ മഴ പെയ്യുമ്പോഴും നെഞ്ചുപിടച്ചാണ് ദിനങ്ങൾ തള്ളി നീക്കുന്നത്. ഭീതിയുടെ നിഴൽ വിട്ടൊഴിയാത്ത ഈ പ്രദേശത്ത് കിടപ്പ് രോഗികളും വയോധികരും ഭിന്നശേഷിക്കാരും അടങ്ങുന്ന കുടുംബങ്ങളാണ് അന്തിയുറങ്ങുന്നത്. ഒരടിയന്തര സാഹചര്യമുണ്ടായാൽ സുരക്ഷിതമായൊരിടത്തേക്ക് മാറി താമസിക്കാൻ പോലും ഇവർക്ക് മറ്റു വഴികളില്ല. പ്രകൃതിയുടെ താണ്ഡവത്തിൽ ഉപജീവനമാർഗം പൂർണ്ണമായും തകർന്ന വ്യാപാരികൾക്കും കർഷകർക്കും കടുത്ത അവഗണന മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏക്കർ കണക്കിന് കൃഷിഭൂമിയും വിളകളും നശിച്ചുപോയ കർഷകർക്കോ കടകമ്പോളങ്ങൾ തകർന്ന കച്ചവടക്കാർക്കോ ഇതുവരെ ചില്ലിക്കാശ് പോലും ആശ്വാസധനമായി ലഭിച്ചിട്ടില്ല. കൃഷിയും കച്ചവടവും ഒരുപോലെ തകർന്നതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ മലയോര നിവാസികൾ. ജനപ്രതിനിധികളും അധികാരികളും വാഗ്ദാനങ്ങൾ ഏറെ നൽകിയെങ്കിലും തങ്ങളെ തീർത്തും ഉപേക്ഷിച്ച മട്ടാണെന്ന് ഇവിടുത്തുകാർ സങ്കടത്തോടെ പറയുന്നു. ഇനിയൊരു ദുരന്തത്തിന് കാത്തു നിൽക്കാതെ അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും സുരക്ഷിതമായ സ്ഥലത്ത് അടിയന്തര പുനരധിവാസം ഉറപ്പാക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ശക്തമായ ആവശ്യം. ന്യൂസ് മലയാളം, കോഴിക്കോട്.